ആടെ കൂടുതൽ സംസാരമൊന്നുമില്ല. എനിക്കൊന്ന് ഈ 3 മാസം വാടക കുടിച്ച് എനിക്കിപ്പോ തരണം. അല്ല ഇപ്പൊ മോനും അമ്മയോട് ഇറങ്ങി കൊണ്ടുവന്നു. അതാ പറഞ്ഞ ഉറക്കെ പറ. ഇവിടെ വീഴ്ചയുള്ള കാര്യമില്ല. അവനെ ഇങ്ങോട്ട് വിളിക്ക് പുറത്തോട്ട്. അവൻ ഇറങ്ങി ഇങ്ങോട്ട്. അവനോട് എനിക്ക് സംസാരിക്കാനുള്ളത്. ആണ് നിങ്ങൾക്ക് വീട് തന്നു പറഞ്ഞ് അച്ഛൻ എന്നെയാ ചീത്ത പറയുന്നത്. ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഒരാളൊരു വീട് തന്നെന്ന് പറഞ്ഞോണ്ട് കൂടുതലൊന്നും പറയണ്ട. എനിക്ക് ഈ വീട് തന്നപ്പോൾ ഈ വീടത് ഒരു പൂക്കച്ചോളയില്ലായിരുന്നു. ഞാൻ ഇവിടെ എല്ലാം വൃത്തിയാക്കിയത് പെയിന്റ് അടിച്ചത് മാറാത് നിങ്ങളുടെ വീടാക്കി തന്നത് ഞാനാ. നോക്കണ്ട കേട്ടോ. ചെടിച്ചട്ടി നോപ്പൊക്കെ എടുത്ത് കളഞ്ഞു കാണാനുമല്ല. എനിക്കൊന്നും പറ്റത്തില്ല. ഇപ്പോഴേ ഞാനൊരു കാര്യം പറഞ്ഞ പൈസ ഇപ്പൊ എനിക്ക് ഒറ്റ മൈൻഡ്. ഞാൻ ഇത്ര തോട്ട എറിയും. 15,000 രൂപയ്ക്ക് വേണ്ടി ഞാൻ ഈ വീടിനകത്ത് തോട്ട എറിഞ്ഞ് എല്ലാവർക്കും കത്തിക്കും. ഞാൻ ഒറ്റ മൈൻഡാ കേട്ടോ. തിളയ്ക്കാതെ എടുക്കാം. 1 വർഷത്തെ വാടകയായിട്ടുള്ളൂ കുടിശ്ശികയായിട്ടുള്ളത്. അത് ഞാൻ തരും. അത് നിങ്ങൾ താമസിക്കുന്ന 1 വർഷമല്ലേ ആയുള്ളൂ. ആകെപ്പാടെ കുറച്ച് ആൾക്ക് ആദ്യത്തെ ഒരു വലുപ്പോ മൊത്തം വെച്ച് പുറപ്പുറം തൂക്കുന്നു പറഞ്ഞിട്ട് കുറച്ച് ആൾ വാടക തന്നെ ഇവിടുന്ന് കടവ് ഇവിടെ പിടിച്ച് വിട്ടു. എനിക്ക് എന്റെ പൈസ ഇട്ടാൽ ഞാനിവിടെ ഇറങ്ങി അവരെ വിളിക്കേ. ജോ എന്റെ പൊന്നുമോനെ ഞാൻ പൈസ തരാം. ആദ്യം അവനൊന്ന് കല്യാണം കഴിക്കട്ടെ. 500 പവൻ കിട്ടുന്നതിന്റെ കുറച്ചൊക്കെ അരച്ച വിലക്ക് ഞാനങ്ങ് എടുത്തിട്ട് ഈ വീട് വരെ ഞാൻ വാങ്ങിച്ചോളാം. നീ ഇപ്പം പോ, ഒന്ന് കല്യാണം നടത്തിക്കൊണ്ട. ഞാൻ എനിക്ക് കണ്ട പെണ്ണുങ്ങൾ ഡൗറി കഴിച്ച പൈസ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ആ മോനെ ജോലിക്ക് വിട്ടിട്ട് പൈസ തരാൻ പറ്റുമോ? മക്കൾക്കെന്താ ജോലി? ഞങ്ങൾ കുടുംബക്കാരായിട്ടുള്ള നിങ്ങൾക്ക് വല്ല കുടുംബക്കാരായിട്ടുണ്ടോ? ഉണ്ടോ? ഞങ്ങൾ ഭയങ്കര പേര് കേട്ടോ വീട്ടുകാരാ. നിങ്ങൾക്ക് പൈസ തരാൻ പറ്റൂ ഇല്ല? ഇപ്പൊ പറ, എനിക്കത് അറിയേണ്ടത്. അല്ലെ ഇറങ്ങി ഇപ്പൊ ഇറങ്ങ്. അപ്പൊ എന്തുവാ ആ കുടുംബത്തിൽ ഇപ്പൊ താമസിക്കുന്ന ആരാ? നിങ്ങൾ നമ്മൾ രണ്ടുപേരും കുടുംബക്കാരല്ലേ? ആ കുടുംബം ക്യാൻസൽ ആയി പോയി. പൊക്കോ വാടക വേണ്ട, ഫ്രീ